ഇല്ല, മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നലൊന്നും ഇല്ല. പക്ഷെ പിന്നെ കുഞ്ഞിലോട്ട് അങ്ങനെയാണല്ലോ, ഷൂട്ടിലായിരിക്കും കൂടുതലും. അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലേ? എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകത്തില്ലല്ലോ. ഇല്ല, അവർക്ക് എന്റെ ലൈഫ് മൊത്തം അവർക്കറിയാം. എന്താ പറയാ, ഒരു സഹതാപം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇല്ല, ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും വേണ്ട. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടുകയാണ്. അയ്യോ അമ്മയുടെ വീട്. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര സുചേന്റെ പെങ്ങളാണ്. അങ്ങനെ അത്രയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ, അത്രത്തോളം ആളുടെയും കൂടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലാണെന്ന തരത്തില് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു വീട് വെച്ചതിന് ശേഷം ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. കിച്ചുവിനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്തെങ്കിലും ഈ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനല്ല, ഇടയ്ക്ക് മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. കാണാൻ, അതായത് വീട്ടിലേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ വലിയ ചാറ്റിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കും, അങ്ങനെയേ ഉള്ളൂ. അത് സുധിച്ചേട്ടനുള്ള ടൈമില് അങ്ങനെ വീട്ടിലേക്ക് സ്ഥിരം വരാറൊക്കെ ഉണ്ടായിരുന്നു? ഇടയ്ക്കൊക്കെ വരും. പിന്നെ എപ്പോഴും ഷൂട്ടിന് മുമ്പ് കാണും. ഓ, അങ്ങനെയായിരുന്നു അല്ലെ? അതിനുശേഷം പിന്നെ ഒരു കോണ്ടാക്റ്റിനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ അവരുമായിട്ട്? അച്ഛനെ അന്ന് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും വിളിക്കാറുണ്ടോ? മോനെ വിളിക്കാറുണ്ടോ? അങ്ങനെയില്ല, അന്ന് ജസ്റ്റ് സംസാരിക്കും, അത്രേ ഉള്ളൂ. പൊതുവെ അങ്ങനെ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാത്ത ഒരാളാണോ കിച്ചു? അങ്ങനൊന്നുമില്ല. അതെ, ചിലപ്പം അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു അവര് സംസാരിക്കുമ്പോഴാണെങ്കിൽ ഈ ഒരു വൺ വേർഡ് റിപ്ലൈ ആണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കോ? ചിലപ്പോ അത് അങ്ങനെയല്ല, ഞാൻ കുറച്ചും കൂടെ ഒക്കെ സംസാരിക്കണ്ടേ ഇവരുടെ അടുത്തൊന്നും തോന്നാറില്ലേ ഇപ്പൊ? ഇല്ല, അവർക്ക് തന്നെ അറിയാം. പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, കുഞ്ഞെ മുതലേ ഇങ്ങനെ തന്നെയാ? ഇങ്ങനെ സംസാരം കുറവായിരുന്നു. ഇതിനേക്കാളും സംസാരം കുറവായിരുന്നു. ഓ, ഫ്രണ്ട്സ് ഒക്കെ കുറവായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ. എപ്പോഴെങ്കിലും ഒക്കെ അച്ഛനെ മിസ് ചെയ്യാറുണ്ടോ? ഇല്ല, മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നലൊന്നും ഇല്ല. പക്ഷെ പിന്നെ കുഞ്ഞിലോട്ട് അങ്ങനെയാണല്ലോ, ഷൂട്ടിലായിരിക്കും കൂടുതലും. കിച്ചു കൂടുതലും അപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആരുടെ കൂടെയാ? ഇപ്പോഴോ? അല്ല, അച്ഛൻ ഈ ഒരു ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്തൊക്കെ? ഒന്നില്ലേ, കൊല്ലത്ത് ആ ടൈമില് കൊല്ലത്തായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളപ്പം പിന്നെ അച്ഛനൊപ്പം ഷൂട്ടിന് പോകും. ഇവിടെ ഉള്ളപ്പം എപ്പോഴും ഷൂട്ടിലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ ക്ലാസ്സുള്ള ടൈമിൽ മാത്രം ഇവിടെ കാണും. ആ ടൈമില് കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഫ്രണ്ടിലായിരുന്നു. ആണ്. ഓ, അച്ഛൻ എല്ലാ കാര്യങ്ങളും അടുത്തെത്തിക്കുമായിരുന്നോ? ഒന്നിലും ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല അല്ലേ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പൊ അച്ഛനില്ലാതെ വന്നപ്പോ? അതുണ്ട്, അതിപ്പോ കാണുമല്ലോ. അതെ, അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലേ? എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകത്തില്ലല്ലോ. അതെ. അമ്മ ഇപ്പൊ ആക്ടിങ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തേക്കാണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണോ കൂടുതലും എന്താ പറയാ, കിച്ചുവിന്റെ എഡ്യൂക്കേഷൻ ഫീസ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് ആവുന്ന അമ്മയുടെ വരുമാനമാണോ? അപ്പൊ അമ്മ പോക്കറ്റ് മണിയായിട്ടൊക്കെ ക്യാഷ് അയച്ചുതരാം, അപ്പൊ തന്നെ ഇട്ടുതരാം? അത്രേ ഉള്ളൂ, അല്ലാതെ ചോദിക്കത്തൊന്നുമില്ല? എന്തിനാ അങ്ങനെ ചോദിക്കത്തില്ല, അറിയാം എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിരിക്കും. ഓ, അങ്ങനെ എന്താ പറയാ, ഡീറ്റെയിൽ ആയിട്ട്, അതായത് വളർന്നു വരുന്ന മകൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളൊരു അങ്ങനെ വലിയ പൈസ എന്തെങ്കിലും ചെറിയതൊക്കെ ആയിരിക്കും ചോദിക്കാറ്. അതായത് അമ്മയുടെ വരുമാനം അനുസരിച്ചിട്ട് എന്തെങ്കിലും ചില്ലറ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഒരു അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? അയ്യോ, അങ്ങനൊന്നും ചോദിക്കല്ലേ, അങ്ങനെ കാണാറൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടുകയാണ്. അയ്യോ അമ്മയുടെ വീഡിയോ. ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഉണ്ട്, പോയി കാണല്ല? അല്ല, അമ്മ ഇപ്പൊ ഏകദേശം 3 ഫിലിമോളം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം അത് വരുന്ന ടൈമിൽ പോയി കാണണം, അതായത് ഫ്രണ്ട്സിനെ കൂടി പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഫിലിം കണ്ടിട്ട് അമ്മയുടെ അഭിനയത്തിനകത്തിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് അമ്മയോട് പറയോ, അതോ ഇല്ല അമ്മയ്ക്ക് വിഷമമാണെന്ന് കരുതി മിണ്ടാണ്ടിരിക്കും? ഉള്ള കാര്യമുള്ള പോലെ തന്നെ അറിയാം, എനിക്കറിയാം, പേടിയൊന്നുമില്ല. പറയണല്ലോ. അതെ.
അപ്പം ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലും എടാ അങ്ങനെ നെഗറ്റീവ് കമന്റ് കണ്ടല്ലോ നിനക്കൊന്നും തോന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇല്ല, അവർക്ക് എന്റെ ലൈഫ് മൊത്തം അവർക്കറിയാം. അറിയാം. അങ്ങനെ ആരും എന്റെ കൊച്ചിലോട്ടുള്ള കൂട്ടുകാരും മൊത്തം എല്ലാവരും കോളേജിലുള്ള ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ കൂടെയുള്ളു എല്ലാരും അറിയാം. എന്റെ കുഞ്ഞിലോട്ട് ഇപ്പൊ അറിയുള്ള കാര്യങ്ങൾ എല്ലാരും. ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ അതായത് നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അയ്യോ സുധിച്ചേന്റെ വൈഫ് സോറി ഇതുപോലെ കോളേജിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതുപോലെ സുധിച്ചേന്റെ മകനാന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ അഡ്മിഷൻ ചെന്നപ്പോ തന്നെ മനസ്സിലായിരുന്നു എല്ലാവർക്കും ഞാനാ. ഓ ആണ്. അപ്പം എന്തായിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവരങ്ങനൊന്നുമില്ല, ഞാൻ ഒരു സ്റ്റുഡന്റ് ആ രീതിയിൽ തന്നെ എല്ലാരും ആണ്. അതായത് ഒരു എന്താ പറയാ ഒരു സഹതാപം അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതൊന്നും വേണ്ട. അങ്ങോട്ടേ പറഞ്ഞു എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു. ഇല്ല, അങ്ങനെ തന്നെ ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇല്ല, എല്ലാവരുടെ ഒപ്പത്തിലുള്ളവർക്കും ഫസ്റ്റ് ഒരാളെ പരിചയപ്പെടുന്ന ടൈമില് കിച്ചുവായിട്ട് തന്നെ പറയാറുണ്ടോ ഞാൻ ഇതുപോലെ സുധീന്റെ മകനാണ്? ഇല്ല, പറയാറില്ല. അതെന്തുകൊണ്ടാ? ഒരു ഫെയിം ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്? അതായത് അങ്ങനെ തന്നെ എല്ലാം എല്ലാരും തിരിച്ചറിയണ്ട അതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല, ഇപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ പറയണം ആ രീതിയൊന്നും തോന്നിയിട്ടില്ല. ആൾക്കാരായിട്ട് എപ്പോഴെങ്കിലും മനസ്സിലാക്കി എടുക്കാറാണോ? അങ്ങനെയാണ് കൂടുതൽ. ആണ്. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ തന്നെ മനസ്സിലായില്ലേ? ഓ അങ്ങനെ പറയില്ല. ആ ഒരു സമയത്ത് ഇങ്ങനെ കമ്പനി ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാതിരിക്കുമ്പോ ആൾക്കാർ പറയാറുണ്ടോ എന്തുകൊണ്ടാ നീ പറയാതിരുന്നേ എന്നൊക്കെ പറയാറുണ്ടോ? ചിലവരൊക്കെ പറയും. താല്പര്യമില്ല എന്താ പറയാ? അങ്ങനെ പറയാറില്ല. അപ്പൊ അങ്ങനെ കാണേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു വരുമ്പോ അങ്ങനെ പറയും ഇങ്ങനെ. അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് ഒരാളെ കാണുമ്പോ അങ്ങനെ പറയാറില്ല.